നമസ്കാരം. മോദിയും ഇന്ത്യയും ഒരിക്കലും അപമാനം സഹിക്കില്ല. പറയുന്നത് ഇന്ത്യക്കാരനല്ല, സാക്ഷാൽ പുടിനാണ്. അതും അമേരിക്കയുടെ ജീവശ്വാസമായ ട്രംപിന്റെ മുഖത്തടിച്ചുകൊണ്ട്. പുടിൻ ഉറക്കെ ആക്രോശിക്കുകയാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ നോക്കുമ്പോൾ അമേരിക്കയോളം സമ്പത്തില്ലാത്ത, പ്രതിരോധ സംവിധാനങ്ങളില്ലാത്ത, പ്രതികാര നടപടികളോ വലിയ യുദ്ധങ്ങളോ നടത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ നടത്താൻ മുന്നിട്ടിറങ്ങാൻ താല്പര്യമില്ലാത്ത, സമാധാനം മാത്രം കാക്ഷിക്കുന്ന ഇന്ത്യ പോലൊരു ചെറിയ രാജ്യത്തിന്റെ ഭരണാധികാരി സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നെറികെട്ട വാക്കുകളും പ്രവൃത്തികളും സഹിക്കില്ല എന്ന്, അപമാനം സഹിക്കില്ല, പുകയുന്ന അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് സർവനാശമുണ്ടാക്കുമെന്ന് പുടിൻ ആക്രോശിക്കുകയാണ്. പുടിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മോദി എന്താണ്. പ്രതികരണ ശക്തിയുള്ള ഉറച്ച നിലപാടും തീരുമാനങ്ങളും അത് നടത്തിയെടുക്കാനുള്ള കാര്യപ്രാപ്തിയുമുള്ള നേതാവാണ് മോദി. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്ര തലവന്മാരൊക്കെ മോദിയുടെ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നത്, മോദിയുടെ വാക്കുകൾക്ക് ചെവിയോർക്കുന്നത്. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറയ്ക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന യുഎസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തന്ത്രം ഒടുവിൽ അവർക്കു തന്നെ തിരിച്ചടിയാകുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ നയത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ പുടിൻ എടുത്തു പറയുകയും ബാഹ്യ സമ്മർദ്ദങ്ങളെ ചെറുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദിയെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച പുടിൻ തങ്ങളുടെ ബന്ധം വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അവർ ഒരിക്കലും അപമാനം സഹിക്കില്ല എന്നും പറഞ്ഞ പുടിൻ തനിക്ക് പ്രധാനമന്ത്രി മോദിയെ അറിയാമെന്നും അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. എണ്ണ വ്യാപാരത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അർത്ഥശൂന്യമെന്ന് വിശേഷിപ്പിച്ച പുടിൻ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയാൽ 9 മുതൽ 10 വരെ ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്നും പുറത്തുനിന്നുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞതിനൊപ്പം റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലമായി സുസ്ഥിരമായ ബന്ധമുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി. റഷ്യൻ എണ്ണ വിതരണം വെട്ടിക്കുറയ്ക്കുന്നത് ആഗോള വിപണിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർത്തുകയും ആഗോള വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുമ്പോൾ സ്വന്തം ആണവോർജ വ്യവസായത്തിനായി റഷ്യൻ യുറേനിയത്തെയാണ് അവർ വളരെയധികം ആശ്രയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അമേരിക്കൻ വിപണിയിലേക്ക് യുറേനിയം വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് റഷ്യ. ഇക്കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയോട് പോരാടുകയാണ് എന്നും അവരതിപ്പോൾ മറച്ചുവെക്കുന്നുമില്ല. നിർഭാഗ്യവശാൽ യുക്രൈനിൽ അവർ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു എന്നും പുടിൻ പറഞ്ഞതിനൊപ്പം യൂറോപ്പിലൊരു കേന്ദ്രം പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അത് വിവരങ്ങൾ നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുകയും ആയുധങ്ങൾ വിതരണം ചെയ്യുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഉൾപ്പെടെ 140-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ, ഭൗമ, രാഷ്ട്രീയ വിദഗ്ധർ പങ്കെടുത്ത ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പുടിൻ. താരിഫുകളിലൂടെ റഷ്യയുടെ വ്യാപാര പങ്കാളികളെ ശിക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ സംഭവിച്ചാൽ പലിശ നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും മന്ദഗതിയിലാക്കുമെന്ന മുന്നറിയിപ്പും പുടിൻ നൽകി. യുക്തിബോധവും വിവേകവുമുള്ള നേതാവെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന യുക്തിബോധവും വിവേകവുമുള്ള നേതാവാണ് മോദി എന്നും വിശേഷിപ്പിച്ച പുടിൻ ഇന്ത്യൻ ജനതയെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും അദ്ദേഹം സ്വീകരിക്കില്ല എന്ന ഉറച്ച വിശ്വാസവും പങ്കുവച്ചു. ഇന്ത്യ എന്ന രാജ്യം മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭയപ്പെടേണ്ട ഒന്നായിരിക്കില്ല. എങ്കിലും മോദി എന്ന ഭരണാധികാരി കനൽക്കട്ടയാണെന്ന് ട്രംപിന് പോലും നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ കനൽക്കട്ടയെ ഊതി കാട്ടുതീ സൃഷ്ടിക്കാൻ ട്രംപ് പോലും ഒന്ന് ഭയക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച